നമസ്കാരം. കേരള വിഷൻ ന്യൂസിൽ ഇനി വാർത്താ നിമിഷം. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. പ്രധാന വാർത്തകൾ. നിയമസഭയിൽ പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷം. അനിശ്ചിതകാല സത്യാഗ്രഹവുമായി 5 MLA-മാർ സഭയുടെ നടുത്തളത്തിൽ. ശരിയായ രീതിയല്ലെന്ന് സ്പീക്കർ. സർക്കാരിന് ധിക്കാരമെന്ന് VD സതീശൻ. ചോദ്യോത്തരവേളയ്ക്കിടെ പ്രതിപക്ഷ ബഹളം. ലൈഫ് മിഷൻ കോഴക്കേസിൽ മുൻ CEO UV ജോസ് വീണ്ടും ED ഓഫീസിൽ ഹാജരായി. കഴിഞ്ഞയാഴ്ച UV ജോസിന്റെ മൊഴിയെടുത്തത് 2 തവണ. കേസിൽ അറസ്റ്റിലായ യൂണിടാക് MD സന്തോഷ് ഈപ്പനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇടപാടുമായി ബന്ധപ്പെട്ട സന്തോഷ് ഈപ്പൻ 4 കോടിയോളം കോഴ നൽകിയെന്ന് കണ്ടെത്തൽ. ദേവികുളം തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ A. രാജ ഇന്ന് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയേക്കും. നിയമ നടപടികൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അനുമതിയോടെ. ഭരണ പ്രതിപക്ഷ ബഹളത്തിൽ ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമായേക്കും. രാഹുൽ ഗാന്ധിയുടെ ലണ്ടൻ പരാമർശത്തിൽ മാപ്പ് പറയണമെന്ന ആവശ്യത്തിൽ ഉറച്ചു BJP. അദാനിക്കെതിരായ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ JPC അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ BRS നേതാവ് K. കവിതയെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. കഴിഞ്ഞ ദിവസം കവിതയെ ED ചോദ്യം ചെയ്തത് 10 മണിക്കൂറിലേറെ. കേസിൽ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയുടെ ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കും. കാനഡയിലും ഓസ്ട്രേലിയയിലും ഖാലിസ്ഥാൻവാദികളുടെ പ്രതിഷേധം. UK-യിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ആക്രമിക്കപ്പെട്ട സംഭവത്തെ അപലപിച്ച് അമേരിക്ക. രാജ്യത്തെ ഇന്ത്യൻ നയതന്ത്ര മേഖലകൾക്കും ഉദ്യോഗസ്ഥർക്കും സുരക്ഷ ഉറപ്പാക്കുമെന്ന് US. സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയെന്ന് സുരക്ഷാ വക്താവ്. വനിതാ പ്രീമിയർ ലീഗിൽ ഇന്ന് 2 മത്സരങ്ങൾ. ബാംഗ്ലൂർ മുംബൈയെയും ഡൽഹി UPയെയും നേരിടും. മുംബൈ ഇന്ത്യൻസിനെ 9 വിക്കറ്റിന് തോൽപ്പിച്ച് ഡൽഹി ക്യാപിറ്റൽസ്.